നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടലും കാടും പുഴകളും തീർത്ഥാടന കേന്ദ്രങ്ങളും വ്യവസായങ്ങളും കൃഷിയും ഉൾപ്പെടെ ഭൂപ്രകൃതിയിലും സ്വഭാവത്തിലും വൈവിധ്യങ്ങളുള്ള ചാലക്കുടിയുടെ ഉള്ളിളക്കങ്ങൾക്ക് കാതുകൂർപ്പിക്കുകയാണ് മൂന്ന് പ്രമുഖ മുന്നണികളും. പൊതുവെ വലതുപക്ഷത്തോടെ ചാലക്കുടി പുലർത്തുന്ന കൂറിലാണ് UDFിൻ്റെ ആത്മവിശ്വാസവും പ്രതീക്ഷയും. രാഷ്ട്രീയ സാമുദായിക മാറ്റങ്ങളും സ്ഥാനാർത്ഥിയുടെ ബന്ധങ്ങളും വീണ്ടും ഒരട്ടിമറിക്ക് വഴിതെളിക്കുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. മോദി പ്രഭാവവും പിന്നാക്ക സമുദായങ്ങളുടെ പിന്തുണയും വോട്ട് നില വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പിലാണ് NDAയുടെ 2020 പാർട്ടിയും. മുന്നണികൾക്ക് എങ്ങനെ ഭീഷണിയാകുമെന്ന കൗതുകം മത്സരത്തിന് കൊഴുപ്പ് കൂട്ടുന്നു. സിറ്റിംഗ് സീറ്റിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ ബെന്നി ബെഹനാനും UDFും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളൊപ്പം നിൽക്കുമെന്ന വിശ്വാസം ഇതുവരെയുള്ള പ്രചാരണത്തിൽ വ്യക്തമാണെന്ന് നേതാക്കൾ പറയുന്നു. മുന്നണിയിലും കോൺഗ്രസിലും അസാരസ്യങ്ങളില്ലെന്നതും പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമാണെന്ന് മുന്നണി വിലയിരുത്തുന്നു. MP എന്ന നിലയിലെ ബെന്നി ബെഹനാന്റെ പ്രവർത്തനം സഹായകമാകും. നടത്തിയ ഇടപെടലുകളും നടപ്പാക്കിയതും നേടിയെടുത്തതുമായ വികസന പദ്ധതികളുടെ വിശദാംശങ്ങളും അടങ്ങിയ ലഘുലേഖ വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട്. കോവിഡ് ഭീതിയിൽ 2 വർഷം നഷ്ടപ്പെട്ടെങ്കിലും മണ്ഡലത്തിൻ്റെ വികസന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് വോട്ടർമാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ബെന്നിയുടെ വ്യക്തിബന്ധങ്ങളും വോട്ട് തേടാൻ വഴിതെളിക്കും. ക്രൈസ്തവ സമൂഹം കോൺഗ്രസ് അനുകൂല നിലപാട് ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. യാക്കോബായ കത്തോലിക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ളതാണ് മണ്ഡലം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലും സഭകളുമായും സമവായ സമീപനമാണ് ബെന്നി സ്വീകരിച്ചത്. ഇരുവിഭാഗത്തിനും സ്വീകാര്യൻ. സഭാ മേധാവികളുമായും വിശ്വാസി സംഘടനകളുമായും ബെന്നി ബെഹനാൻ വ്യക്തിപരമായ അടുപ്പവും പുലർത്തുന്നുണ്ട്. ക്രൈസ്തവ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകളും സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. പ്രചാരണത്തിൽ കൈവരിച്ച മുൻതൂക്കവും താഴെത്തട്ടിൽ നടത്തിയ ഒരുക്കങ്ങളുമാണ് LDFിൻ്റെ പ്രതീക്ഷ. ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും കൈവരിച്ച അട്ടിമറി ജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി. രാഷ്ട്രീയത്തിനൊപ്പം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ വ്യക്തിപ്രഭാവവും ജനപിന്തുണ നൽകുമെന്ന ഉറപ്പിലാണ് നേതാക്കൾ. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. യുവജനങ്ങളിൽ നിന്ന് പതിവിലുമേറെ പിന്തുണ C രവീന്ദ്രനാഥിന് ലഭിക്കുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ രവീന്ദ്രനാഥ് പര്യടനങ്ങളും വിദ്യാർത്ഥി സംവാദങ്ങളും നടത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇവയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ യുവാക്കളുടെ വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്ന സൂചനയാണ് LDF വിലയിരുത്തുന്നത്. മണ്ഡലത്തിൽ 2 വിധത്തിലുള്ള യോഗങ്ങളാണ് ഇടതുമുന്നണി സംഘടിപ്പിച്ചത്. CPMൻ്റെയും ഘടകകക്ഷികളുടെയും പ്രവർത്തകരുടെയും പ്രാദേശിക സ്ഥിതിഗതികൾ വിലയിരുത്തി LDFിനോട് പ്രത്യേക താൽപ്പര്യമില്ലാത്ത വിവിധ വിഭാഗങ്ങളുടെ യോഗങ്ങളായിരുന്നു മറ്റൊന്ന്. നവചാലക്കുടി എന്ന ആശയം മുന്നിൽ വെച്ചാണ് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ഇവയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തിന് അതീതമായി ലഭിക്കുന്ന സ്വീകാര്യതയായി CPM വിലയിരുത്തുന്നു. ഇന്നസെന്റിനും ലോനപ്പൻ തമ്പാടനും ലഭിച്ച പിന്തുണ രവീന്ദ്രനാഥിന് ലഭിക്കുമെന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്ന ഉറപ്പിലാണ് NDAയും BJPയും. കഴിഞ്ഞ തവണ 15.6% വോട്ടാണ് നേടിയത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപ്രഭാവവും മുഖ്യ വിഷയമാക്കിയാണ് NDA പ്രചാരണം. തൊട്ടടുത്ത തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മത്സരത്തിൻ്റെ ചൂട് ചാലക്കുടിയെയും സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. BDS നേതാവ് KA ഉണ്ണികൃഷ്ണനാണ് സ്ഥാനാർത്ഥി. കിഴക്കമ്പല ഉൾപ്പെടെ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 പാർട്ടി ചാലക്കുടിയിൽ മത്സരിക്കുന്നത് ആർക്കാകും ദോഷവും സഹായകവുമാകുക എന്ന കൗതുകത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ മണ്ഡലത്തിൽ 1 വട്ടം പര്യടനം പൂർത്തിയാക്കി. എല്ലാ മുന്നണികൾക്കും എതിരാണ് തങ്ങളുടെ മത്സരമെന്നാണ് 2020 പ്രഖ്യാപനം. LDFിനെ പ്രത്യേകിച്ച് CPMനെ ശക്തമായി എതിർക്കുന്നതാണ് 2020യുടെ നിലപാട്. കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ 2020ക്ക് കഴിയും. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലികളിൽ വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്.